എൻ്റെ ടോപ്പെല്ലാം മാറ്റിയിട്ട് എന്നെ പരിശോധിച്ചു. അതിനുശേഷം ഇനി ഇപ്പുറത്ത് കൊണ്ടുവന്ന് ഒരു വനിതാ പോലീസിനെ റൂമിൽ കൊണ്ടുപോയി എന്നെ പരിശോധിച്ചു. എനിക്ക് പേടിയായിരുന്നു. ചൂരിലെ കണ്ടപ്പോൾ എനിക്ക് പേടിയായിരുന്നു. ആദ്യമായിട്ടാണ് അടിക്കുന്നത്, പേടിയായിരുന്നു. ഞാൻ കരഞ്ഞ് കാല് പിടിച്ചു. ഞാൻ മാല എടുത്തിട്ടില്ല, ഞാൻ മാല കണ്ടിട്ട് കൂടിയില്ല എന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ട് അവിടെ നിന്ന് തിരിച്ച് SIയുടെ റൂമിൽ കൊണ്ടുവന്നു. അപ്പോൾ എന്നെ അങ്ങോട്ട് മാറുന്നില്ലടി എന്ന് പറഞ്ഞു. മാറുന്നില്ല പറഞ്ഞു. എൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഞാൻ ചീത്ത പറഞ്ഞു. അപ്പോൾ ഞാൻ ചീത്ത പറഞ്ഞപ്പോൾ ഞാൻ പേടിച്ചു പോയി. ഞാൻ പറഞ്ഞു, ഞാൻ തൊഴുത് പറഞ്ഞു, സാറേ ഞാൻ മാല എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഇനി വെളിയിൽ ഇനി കൊണ്ടുവന്ന് കുറേ പോലീസ് ഇങ്ങനെ നിറച്ചിരിക്കുന്നു. അവിടെ കൊണ്ടുവന്നിട്ട് പിന്നെ അങ്ങ് മാനസികമായിട്ടങ്ങ് ചോദ്യം, മാല കൊടുന്ന് പറഞ്ഞു. എന്നിട്ട് അവരെന്നെ വീട്ടിലൊന്നും അറിയിച്ചിട്ടില്ല. നേരെ അപ്പോഴേ 7 മണിയായി. അപ്പോൾ ഞാൻ എവിടെ ഞാൻ രാത്രി 7 മണി. അപ്പോൾ ഞാൻ എവിടെ ജോലിക്ക് പോയാലും 5-5:30 ആകുമ്പോൾ ഞാൻ വീടെത്തും. അപ്പോൾ എന്നെ കാണാത്തതുകൊണ്ട് എൻ്റെ ചേട്ടനും ചേച്ചിയുടെ മക്കളെല്ലാം പരക്കം പോയി ഓടുകയാണ്. അപ്പോഴേ എവിടെ പോയെന്ന് അറിയില്ല. അങ്ങനെ ഒരു 8 മണിയൊക്കെ വിളിച്ചു പറഞ്ഞില്ല. അപ്പോഴിങ്ങനെ കോള് വന്നുകൊണ്ടേ ഞാൻ ആവശ്യപ്പെട്ടു. ഞാൻ പറഞ്ഞു, സാറ് ഒരു കോള് ചെയ്താൽ മതി, ഞാൻ ഇവിടെയാണെന്ന് പറഞ്ഞാൽ മതി, ചുമ്മാരിയടി ഞാൻ നമ്മൾ പറയാതെ നീ അനുസരിച്ചോണ്ടാ മതി എന്ന് പറഞ്ഞു. SI പറഞ്ഞു. ഞാൻ പിന്നെ ഒന്നും മിണ്ടിയില്ല. കോള് വന്നുകൊണ്ടേ ഇരുന്ന് ചേച്ചിയുടെ മക്കള് എല്ലാവരും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കോൾ എടുക്കുന്നില്ല. അതിനുശേഷം ഓമന ഡാനിയിൽ പറഞ്ഞ് ബിന്ദുവിൻ്റെ വീട്ടിൽ കാണും മാല, എന്നാൽ വീട്ടിൽ പോവാന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഈ ഓമന ഡാലിയൻ്റെ കാറിലാണ് ഈ 2 വനിതയും 2 പോലീസുമാരും എൻ്റെ വീട്ടിലേക്ക് വന്നതും. എൻ്റെ വീട്ടിൽ വന്നു. എന്നെയും കൊണ്ട് വരാൻ വേണ്ടി പോയപ്പോൾ പറഞ്ഞ്, മേഡം വരണ്ട, നമ്മൾ പോയി മാല എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞു ഈ പോലീസ് വരും. അങ്ങനെയാണ് 4 പേരെ അവരെ കാറിലാണ് എൻ്റെ വീട്ടിലേക്ക് വന്നതും. പിന്നെ ഒരു 8 മണിയൊക്കെ ആയപ്പോൾ എൻ്റെ ചേട്ടനും ചേച്ചിയുടെ മക്കളെല്ലാവരും എന്നെ നോക്കി കാണാത്തതുകൊണ്ട് നിൽക്കുന്നു. അപ്പോഴാണ് എന്നെയും കൊണ്ട് ചെല്ലുന്നത്. അപ്പോൾ ചേട്ടൻ വിചാരിച്ച് നിൽക്കണ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നത്. അവർ യൂണിഫോത്തിലല്ല വന്നത്, അല്ലാത്ത കളർ ഡ്രസ്സായിരുന്നു അവർ. അപ്പോൾ ചേട്ടൻ പറഞ്ഞ് നിൽക്കണ വീട്ടിൽ നിന്നാണെന്ന് പറഞ്ഞിട്ട് അവർ കാര്യം ചേട്ടനോട് പറയുന്നില്ല. അപ്പോൾ ചേട്ടൻ പറഞ്ഞ് അണ്ണ ഇരിക്കുന്നൊക്കെ പറഞ്ഞ് കസേരയൊക്കെ എടുത്തിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ചോദിച്ചു, കാര്യം അറിഞ്ഞാന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ് എന്തോ കാര്യമെന്ന് ചേട്ടൻ ചോദിച്ചു. അത് മാല മോഷണത്തിൽ ബിന്ദുവിനെ അറസ്റ്റ് ചെയ്തിരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മോളും ചേട്ടൻ പറഞ്ഞു എൻ്റെ വരെ ചെയ്യൂല എന്ന് പറഞ്ഞു. അതൊക്കെ കോടതിയിൽ പറഞ്ഞുകൊണ്ടായിരുന്നു. അപ്പോഴേ എൻ്റെ മക്കളെ മുമ്പിൽ വെച്ച് എന്നെ പിടിച്ചിറക്കിക്കൊണ്ട് പോയി. എന്നിട്ട് ചേട്ടനും ചേച്ചിയുടെ മക്കളും കൂടെ ഓട്ടോയിലും വന്ന് എന്നെ അവരെ ഈ ഓമനാടാളിൻ്റെ കാറിലും എന്നെ സ്റ്റേഷനിൽ കൊണ്ടുപോയി. വീടിനകത്തൊക്കെ കയറി നോക്കി. ഒന്നുമില്ലായിരുന്നു. എന്നിട്ട് ഇത് എപ്പോഴാണ് ബിന്ദു ശരിക്കും ഈ ഓമന ഡാനിയിൽ ഫോൺ ചെയ്ത് ഇവിടെ എന്റെ വീട്ടിൽ നിന്ന് മാല കിട്ടി എന്ന് പറഞ്ഞിടത്താണല്ലോ ഇതിന്റെ ക്ലൈമാക്സ് അല്ലേ? പിറ്റേന്ന് രാവിലെ. അപ്പൊ ബിന്ദുവിനെ റിമാൻഡ് ചെയ്തോ? പിറ്റേന്ന് 12 മണിക്കാണ് എന്നെ സ്റ്റേഷനിൽ നിന്ന് ഇറക്കുന്നത്. അന്ന് ഫുള്ള് അവിടെ തന്നെയായിരുന്നു. സ്റ്റേഷനിൽ തന്നെയായിരുന്നു. വൈകുന്നേരം 4:30 മണിക്ക്. 4 മണിക്ക് വിളിച്ചിട്ട് പിറ്റേന്ന് 12 മണിക്കാണ് എന്നെ സ്റ്റേഷനിൽ ചേട്ടൻ വന്നാണ് എന്നെ ചേട്ടനും സഹോദരിമാർക്ക് വന്നാണ് എന്നെ ഇറക്കുന്നത്. മജിസ്ട്രേറ്റ് മുമ്പിൽ ഹാജരാക്കേണ്ടി വന്നു? ഇല്ല. അവര് മാല കിട്ടി. അവര് ഒരു 8 മണിയാവും, സമയമൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. 8 മണിയായപ്പോൾ തന്നെ അവര് അമ്മയും മകളും ഓടിക്കൊണ്ട് വന്ന് SIയുടെ റൂമിലോട്ട് അങ്ങ് കയറിപ്പോയിട്ട് കുറെ കഴിഞ്ഞപ്പം എന്നെ വിളിച്ചു. ബിന്ദുവിനെ വെറുതെ വിടുകയാണ്, ബിന്ദുവിന് കേസില്ല, എന്റെ മക്കളെ ഓർത്ത് എന്നെ വെറുതെ വിടണമെന്ന് പറഞ്ഞു. അപ്പോഴ് SI പറഞ്ഞ നല്ലോടത്ത് ജീവിക്കണമെന്നൊക്കെ പറഞ്ഞ് കുറെ ഉപദേശങ്ങൾ എനിക്ക് തന്നു. ഈ SI കുറെ ഉപദേശമൊക്കെ തന്നിട്ട് പറഞ്ഞ എന്റെ ചേട്ടനകത്ത് വിളിച്ചിട്ട് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ചേട്ടൻ പോലീസുകാരാണ് ഈ കുറ്റം എന്റെ തല. ഞാൻ ചോദിക്കുന്നത്, ഇനി ഞാൻ ഇപ്പൊ ഈ ഓമന ഡേവിഡിന് ഒരു സംശയത്തിന് ആനുകൂല്യം കൊടുക്കുക. അതായത് അവരുടെ മാല അവരറിയാതെ താഴെ വീണ് കിടന്നു, അല്ലെങ്കിൽ സോഫയുടെ അടിയിലും കണ്ടല്ലേ കിടന്നത്. അപ്പൊ അവിടെ കിടന്നപ്പോൾ അവരറിയാതെ അവിടെ വീണ് കിടന്നിട്ട് അവർ തെറ്റിദ്ധരിച്ചാണോ ബിന്ദു എടുത്തതാണെന്ന്? അങ്ങനെ സംഭവിച്ചാണോ? ഇവര് പറഞ്ഞ 4 ദിവസം ഞാൻ മാല കഴുത്തിൽ ഇട്ടിട്ടില്ല. പള്ളിയിൽ പോകാൻ വേണ്ടി നോക്കിയപ്പോൾ ബെഡിന്റെ അടിയിൽ മാല കണ്ടില്ല. സോക്കേസിൽ വെച്ചു, അവിടെ വെച്ചു, ഇവിടെ വെച്ചു എന്ന് പറയുന്നു. പക്ഷെ കിട്ടിയത് സോഫയുടെ അടിയിൽ നിന്ന് മാല. ആ മാല എങ്ങനെ അവിടെ വന്നു എന്നാണ് ഇപ്പോഴും ഇനി തെളിയെന്നുള്ളത്. അതാണ് കേസ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.